അപ്പൊ ഇതൊന്നും അറിഞ്ഞില്ലേ? അതാ നോക്കൂ. ഈ തെരഞ്ഞെടുപ്പ് വരുമ്പം പണ്ടേ തള്ളുണ്ട്. സതീശൻ പിന്നെ തള്ളിന്റെ ആശാനാണ്. അപ്പൊ നീയോ? ഞാനും ഏതാണ്ട് ഇതിന്റെ കൂടെ അടുത്തായിട്ട് വരും. വണ്ടിയെല്ലാം ഓൾട്ടർ ചെയ്യാന്നൊക്കെ പറഞ്ഞു കൊടുത്ത ഇന്ത്യ ഗവൺമെന്റ് കൊണ്ടുവന്ന നിയമത്തിനെ മറികടന്നുകൊണ്ട് ഹൈക്കോടതി ഉത്തരവിനെ മറികടന്ന സതീശനല്ല. ആരായത് നിന്നോട് പറഞ്ഞത്? ആരും പറഞ്ഞതല്ല, ഞാൻ ചുമ്മാ ഊഹിച്ചതാ. ഇനി ഏതാണോ രാഹുൽ ഗാന്ധി നേരിട്ട് വന്നാലും ചെയ്യാൻ പറ്റൂല. കാരണം ഇന്ത്യ ഗവൺമെന്റിന്റെ പാർലമെന്റ് പാസ്സാക്കിയ നിയമമാണ് അത്. ആൾക്ക് തീരെ വിദ്യാഭ്യാസം വിവരമൊന്നും ഇല്ലേ? വിഡ്ഢിത്തിരെ പറയുള്ളൂ, തെണ്ടി. ഗണേഷ് കുമാറിനും കാര്യമില്ല, സതീശനും കാര്യമില്ല. പിന്നെ കുറച്ചൊക്കെ ഒന്ന് കണ്ണടയ്ക്കാന്നുള്ള അടയ്ക്കുന്ന അപകടമാണ്. കോടതി സമ്മതിക്കില്ല. എല്ലാ ശനിയാഴ്ചയും കോടതി ഇത് പരിശോധിക്കും. ഗണേഷ് കുമാറെ, നിങ്ങളില്ലത് പഴയ ജനറേഷനിലാണ്. പുതിയ ജനറേഷൻ ഒത്തിട്ട് നിങ്ങൾ സംസാരിക്കുക. നിങ്ങൾ പറയുന്ന വെഹിക്കിൾ മോഡിഫിക്കേഷൻ ചെയ്യാൻ ഇന്ത്യയിൽ റൂളില്ലാന്ന്. ഗുജറാത്ത്, പഞ്ചാബ്, ഹരിയാന, കർണാടക ഇതൊക്കെ ജർമ്മനിയിലാണോ? ഇന്ത്യയിലല്ലേ? വീട്ടിലിരിക്കുക. ചെയ്യാൻ പറ്റാത്ത കാര്യം മറ്റുള്ള ആൾക്കാർ ചെയ്യുമ്പോൾ അതിനെ ന്യായീകരിക്കാൻ പാടില്ല. നിങ്ങളെ എന്തിനാക്കി മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെന്റിൽ ജനങ്ങൾ തെരഞ്ഞെടുത്താക്കി എന്തിന്? നിങ്ങളെ കൊണ്ട് എന്തെങ്കിലും ഒരു ഉപകാരം കിട്ടുന്ന വെച്ചിട്ട്. പക്ഷെ ഉപകാരം കിട്ടിയിട്ടില്ല ഇതുവരെ. ജയിക്കുന്നവനും മന്ത്രിയാവുന്നവനും അല്ലേ ഉത്തരവാദിത്തമുള്ളൂ. അല്ലാതെ മന്ത്രിസഭ ഉണ്ടാക്കാനും പോകുന്നില്ല, ജയിക്കാനും പോകാത്തവർക്ക് എന്ത് പറഞ്ഞൂടെ? അതുകൊണ്ടാണ് ജനങ്ങൾ എന്താക്കുന്നത്? മാറ്റി ചിന്തിക്കുന്നത്. ബുദ്ധിയുണ്ട്. കേരള ഈസ് എഡ്യൂക്കേറ്റഡ് സ്റ്റേറ്റ്. PD സതീശൻ വന്നിട്ട് ചെയ്യൂന്ന് പറഞ്ഞ കാര്യം നിങ്ങൾ പറയുന്നത് ഇന്ത്യയിൽ അങ്ങനത്തെ റൂളില്ല, ചെയ്യാൻ പറ്റൂല, ഇങ്ങനെയൊക്കെ പറയല. ഒന്നുമല്ല, നിങ്ങളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന കാര്യം എന്നറിയാം. ബസ്സിന് ഇങ്ങനെ ഓണടിക്കല്, KSRTC ബസ്സിൽ അടിക്കല്, പിന്നെ വെള്ള പൈന്റ് വാരിയിട്ട് അടിക്കല്, കുറച്ചതിനപ്പുറം പച്ചടിക്കാൻ. അപ്പൊ എല്ലാം പറഞ്ഞ പോലെ അനിയാ പോട്ടെ, അമ്പി പോനെ പോട്ടറ. അറിയൊന്നും വിചാരിക്കല്ലേ മക്കളെ, മാമനോടൊന്നും തോന്നല്ലേ?